ഉർവശി അറിയുന്നില്ല, ഉർവശിക്കകത്തൊരു ഹ്യൂമർ ഉണ്ട് കേട്ടോ. അന്ന് ഞാൻ ഏറ്റവും ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് ബേസിക്കായിട്ട്. എനിക്ക് ഒരുപാട് കിടന്ന് വളവളാന്ന് വർത്തമാനം പറയുന്നത് ഇഷ്ടമേ അല്ല. അങ്ങനെ പേഴ്സണലായിട്ട് സംസാരിച്ചുകൊണ്ട് ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുങ്ങും. എനിക്കൊരിക്കലും ഇഷ്ടമുള്ള ഒരു പുസ്തകം കിട്ടിയാൽ മതി, ഞാൻ അവിടെ ഇരുന്നോളും. അപ്പോൾ അത് മാറ്റിയെടുത്തത് ശ്രീയമ്മയാണ്. ശ്രീയമ്മ എന്നോട് പറഞ്ഞു, അതൊന്ന് കിടപ്പുണ്ട് ഉർവശി, ഒരു ഹീറോയിൻ കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വൈകി മനസ്സിലാക്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. അതിൽ തൻ്റെ ഒരു ചെറിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം താൻ അത് നന്നായിട്ട് പ്രയോഗിക്കുന്നുണ്ട്, താൻ അത് അറിയുന്നതേ ഇല്ല. അത് ഈ ഹ്യൂമർ ചെയ്യുമ്പം ഇത്തിരി കയറ്റി ചെയ്യണമെന്നുള്ളൊരു തത്വം അന്തരീക്ഷത്തിലുണ്ട്. ഹീറോയിൻ ഇത് കയറ്റി ചെയ്യാൻ പറ്റൂല, ഒരു ഹ്യൂമർ ക്യാരക്ടർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റൂല. അപ്പം അത് കൺവിൻസ് ചെയ്തെടുക്കല് വലിയ ബാധ്യതയാണ്. അവിടെയാണ് ചേച്ചിയൊക്കെ ഏറ്റവും സുഖമായിട്ട് തലകുറ്റി പോകുന്നത്. അങ്ങനെ ഓവർ കോമഡിയോട് എനിക്ക് താല്പര്യമില്ല. ഇല്ല, ഇപ്പോ തലയണ മന്ത്രം എടുത്താല് നിങ്ങൾ വീട് മാറിയ ശേഷം പിറ്റേന്ന് രാവിലെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പം നിങ്ങളെ കാണാൻ മമ്മൂട്ടിയെ പോലെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. വലിയ ചിരി ഉണ്ടാക്കിയ സീന, വളരെ ജെനുവിനാണ്. നിങ്ങളുടെ കാറ് നിന്ന് പോയിട്ട് ഒന്ന് ഇറങ്ങി തള്ളുമെന്ന് വെച്ചപ്പോ ഞാൻ ഇറങ്ങുകയല്ല, കാറിൽ നിന്ന് ഞാൻ ഇറങ്ങില്ല, എനിക്കിത് തള്ളില്ല, ഞാൻ ഈ നാണക്കേടിന് ഇല്ല എന്നല്ല. അപ്പം ഇത് സീൻ വളരെ ജെനുവിൻ ആയിരിക്കണം, ഹ്യൂമർ ആയിരിക്കണം എന്നുള്ള ഉത്തരവാദിത്വം നായിക ചെയ്യുമ്പോഴുണ്ട്. തീർച്ചയായിട്ടും നായികയ്ക്ക് ഉത്തരവാദിത്വം അത് നടപ്പിലാക്കി എടുത്തു. അത് സത്യമായിട്ടും വലിയൊരു പങ്കുണ്ട് അതിൽ, ഇല്ലെന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സിനിമ, വേണുചേട്ടന് വലിയ പങ്കുണ്ട്. നന്മ നിറഞ്ഞ ശ്രീനിവാസൻ, അതിലൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ജയറാമിനെ പേടിപ്പിക്കും. പോയിരുന്നു ഇവിടെ പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയുള്ള വേണുചേട്ടന്റെ പടങ്ങളിൽ അത് അപ്പം നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ സുരേഷ് ഉണ്ണിത്താൻ ചേട്ടൻ, വേണുനാഗവള്ളിയുടെ ക്യാരക്ടേഴ്സിന് കളിപ്പാട്ടം എല്ലാ പടങ്ങൾക്കും ഉണ്ട്. സ്വാഗതം, ഫിഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ, സുഗമോ ദേവിയില് അതിന് ചെറിയൊരു എലിമെന്റ് ഉണ്ട്. അപ്പൊ എല്ലാ സിനിമകളിലും ടച്ച് ചെയ്ത് അതിൽ കൂടെ തലയണമന്ത്രം തന്നെയല്ലേ പൈസ കൊടുത്ത് എനിക്കിത് മേടിക്കേണ്ട ആവശ്യം. അതെ അതെ, തലയണമന്ത്രത്തിൽ ഫസ്റ്റ് എടുത്ത ഷോട്ട് സിനിമയില്, അത് ഫസ്റ്റ് എടുത്ത ഷോട്ടാണത്. അതാണ് എന്റെ ഓർമ്മയിലുള്ളത്. കളിപ്പാട്ടത്തിൽ ലാലേട്ടൻ എങ്ങനെങ്കിലും ഒന്ന് ചൂടാകണമെന്ന് വെച്ച് വയലിന്റെ ഇതെല്ലാം പൊട്ടിച്ചിട്ട് കാണിക്കുന്ന എന്തൊക്കെയോ നമ്മൾ മിഥുനം എടുത്താൽ പോലും പഴയ കത്തുകൾ സൂക്ഷിച്ചു വെക്കുന്ന ആ ഭാര്യ, അതിനകത്ത് സങ്കടവും നമുക്ക് അവരുടെ അവസ്ഥ, അവരൊരു പൈങ്കിളിയാ. ഈ റിയാലിറ്റി പല ലേയേഴ്സ് ഉണ്ട്. അവരുടെ ഒരു സങ്കടവും വർക്ക് ചെയ്യണം, കുറെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ തുടക്കം വച്ചതല്ല. ഇപ്പം കൽപ്പന ചേച്ചി ഹ്യൂമറിന് ഇത്രയും ഒരു, ഞാനതാ ജഗതിച്ചേന്റെ ഒപ്പമൊക്കെ രണ്ടാണുങ്ങളെ കാസ്റ്റ് ചെയ്യാവുന്നിടത്ത് നമുക്ക് ഒരു പെണ്ണിനെ കാസ്റ്റ് ചെയ്യാന്ന് തോന്നിച്ചു തുടങ്ങിയതിനകത്ത് കാബുളിവാലയൊക്കെ എടുത്താല് ഉണ്ടല്ലോ, അതിന് വലിയൊരു പങ്ക് കൽപ്പന ചേച്ചിയും വഹിച്ചിട്ടുണ്ട്. ചേച്ചിയൊക്കെ ആണെങ്കിൽ അതിൽ ഒരുപാട് പങ്കുവച്ചിട്ടുണ്ട്.